ഹലോ നമസ്കാരം. ഇന്നത്തെ കേക്ക് വളരെ സ്പെഷ്യലാണ്. എനിക്ക് മാത്രമല്ല, സ്വപ്നയ്ക്കും ഫാമിലിക്കും ഒക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള കേക്കാണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, കേക്ക് എന്ന് പറയുമ്പോൾ പണ്ട് എനിക്കൊരു മധുരം മാത്രമായിരുന്നു. പക്ഷേ ഇന്നത് മിക്സ്ചർ ഓഫ് ലോട്ട് ഓഫ് ഇമോഷൻസ്. അതാണ്. സ്വപ്നയെ ഞാൻ പരിചയപ്പെടുത്താം. സ്വപ്ന താമസിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ്. നാട് കൊല്ലത്താണ്. മോളുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് കട്ട് ചെയ്യാനായിരുന്നു സ്വപ്നയ്ക്ക് കേക്ക് വേണ്ടിയിരുന്നത്. അതിൻ്റെ തൊട്ട് തലേ ദിവസമാണ് കേട്ടോ എന്നെ കോൺടാക്ട് ചെയ്യുന്നത്. അപ്പം തന്നെ ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പിറ്റേ ദിവസത്തേക്കുള്ള വനില സ്പഞ്ചൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ചോക്ലേറ്റ് കേക്ക് മതി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാൽ ചെയ്യാമെന്ന് വിചാരിച്ചു. മോളുടെ ഫേവറേറ്റ് ആണ് ഈ ഒരു ഫില്ലിംഗ്. അങ്ങനെയാണ് ഇത് ചെയ്യാൻ ഡിസൈഡ് ചെയ്തത്. നമ്മുടെ കുട്ടികളുടെ വളർച്ചയും അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നമ്മളെക്കാൾ കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ പേരൻസ് ആയിരിക്കും അല്ലേ. അതെല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. സ്വപ്നയുടെ ഫാമിലിയിലും സ്വപ്നയുടെ മോളുടെ ഈ ഒരു നേട്ടം കാണാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചിരുന്നത് ആ കുട്ടിയുടെ ഗ്രാൻഡ് പേരൻസ് ആയിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവരിൽ രണ്ടുപേര് ആ സമയമാകുമ്പോഴത്തേക്കും അവരെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി വിട്ടുപിരിഞ്ഞ് പോയിട്ടുള്ള ആ പേരൻസിനെയും കൂടെ ഓർത്തുകൊണ്ടാണ് സ്വപ്നയും ഫാമിലിയും ആ ദിവസം സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ്ങിന് ശേഷം 2 ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ കൊല്ലത്തേക്ക് ട്രാവൽ ചെയ്യാണ് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ. അപ്പോൾ അവർക്ക് ഇത് അവിടെ വരെ സേഫായിട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, പിന്നെ എല്ലാവർക്കും ഇത് പങ്കുവെക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ സ്വപ്ന പറയായിരുന്നു, എങ്ങനെയാണോ അത് ഫ്രഷായിട്ട് അവരുടെ കൈ കിട്ടിയത് അതേപടി തന്നെ അവർക്ക് അവരുടെ എല്ലാവർക്കും അത് പങ്കുവെക്കാനും എല്ലാവരുടെയും കൂടെ ഒന്നുകൂടെ സെലിബ്രേറ്റ് ചെയ്യാനൊക്കെ പറ്റി. മാത്രമല്ല ഇപ്പോൾ കൂടെ ഇല്ലാത്ത പേരൻസിൻ്റെ പ്രെയറും എല്ലാം തന്നെ അവർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. ഞാൻ പറഞ്ഞല്ലോ, ഒരു കേക്ക് പലപ്പോഴും പലർക്കും വേറൊരു കേക്കല്ല. പിന്നെ ഇതിൻ്റെ വേറൊരു രസകരമായ പാർട്ട് പറഞ്ഞാൽ, നമ്മൾ പറയില്ലേ ലോകം വളരെ ചെറുതാണ്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഏതെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആണ്. ഞാൻ ഈ കേക്ക് സ്റ്റേറ്റസ് ആയിട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ വാട്സാപ്പിൽ. അതേ സമയം തന്നെ സ്വപ്നയും ഇത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സാപ്പിൽ. അപ്പോൾ ഇത് കണ്ടിട്ട് എന്നെ ഒരാൾ വിളിക്കുകയാണ്, മെസ്സേജ് ചെയ്യുകയാണ്. 2 സ്റ്റേറ്റസിൽ ഒരേ കേക്ക് കണ്ട് സർപ്രൈസ്ഡ് ആയിട്ടാണ് കേട്ടോ എന്നെ വിളിക്കണത്. വീഡിയോസ് സ്ഥിരം കാണുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും, സംഗീത കൊല്ലത്തുനിന്ന്, നമ്മുടെ മോഹൻലാൽ സാറിൻ്റെ വൈഫ്. കേക്കിലൂടെ എനിക്ക് കിട്ടിയിട്ടുള്ള നല്ല സുഹൃത്തുക്കളിൽ ഒരാളാണ് ഇപ്പോൾ സംഗീത. അപ്പോൾ സംഗീത ചോദിച്ചു, ഈ കേക്ക് ഞാൻ സ്വപ്നയുടെ സ്റ്റേറ്റസിൽ കണ്ടിരുന്നു, ദീപ ഇത് എങ്ങനെയാണ് പരിചയപ്പെട്ടതെന്നൊക്കെ. രണ്ടുപേരും കൊല്ലത്തുകാരാണ്, നല്ല സുഹൃത്തുക്കളാണ്. ഇതൊന്നും അറിയാണ്ടാണ് രണ്ടുപേരും ഞാനുമായിട്ടും കണക്റ്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടെ വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ കേക്കിന് ഒരുപാട് നല്ല മെമ്മറീസാണ് എനിക്ക് തരാൻ പറ്റിയത്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കേക്കും ഓരോ സ്റ്റോറിയാണ് എനിക്ക്, ഓരോ നല്ല മെമ്മറിയാണ്. എൻ്റെ ഓർമ്മകളുടെ ആൽബത്തിലേക്ക് ചേർത്ത് വയ്ക്കാവുന്ന കുറേ നല്ല ചിത്രങ്ങളാണ് ഓരോ കേക്കും.